ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മളെല്ലാവരും റോസുകൾ നഴ്സറികളിൽ നിന്നോ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ്, റോസ് ലവേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ പുതുതായിട്ട് ഒരു റോസ് ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക, എന്നാൽ മാത്രമേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും നിങ്ങളുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും അടിപൊളിയായിട്ടും പൂക്കൾ തരത്തും ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോട്ട് സൈസ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ്സ് കൊണ്ടുപോയിട്ട് ഏറ്റവും വലിയ പോട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെറിയ സൈസ് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 5 ഇഞ്ച് പോട്ടാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ചെടികൾ നടുമ്പോഴത്തേക്കും അതിൽ വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കൂലേ, അപ്പോൾ ആ വെള്ളം കെട്ടി നിന്നിട്ട് റൂട്ട് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഡൈബാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോകുന്നത്. ഇനി വലിയ ചെടിയാണെങ്കിൽ മാത്രം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള പോട്ടിലേക്ക് മാറ്റി നടാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പോട്ടി മിക്സ്. നമ്മൾ പോട്ടി മിക്സായിട്ട് നമ്മൾ തന്നെ മിക്ക പേരും പറയാറുണ്ട് ചാണകപ്പൊടി ചേർത്ത് നട്ടു, അല്ലാന്നുണ്ടെങ്കിൽ വളങ്ങൾ ചേർത്ത് നട്ടു. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുക. പോട്ടി മിക്സായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്നിൽ ചകിരിച്ചോറ്, കൊക്കോപ്പീറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ കരി, ഇല്ലാന്നുണ്ടെങ്കിൽ പെർലൈറ്റ്, റിവർ സാൻഡ്, മണൽ, ഇത് പോട്ടി മിക്സായിട്ട് എടുക്കുക. 2:1:1 എന്ന റേഷ്യോയിൽ വേണം നിങ്ങളത് എടുക്കാനായിട്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ, ഒരു സ്പൂണ് ഫംഗിസൈഡ് കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് പോട്ടി മിക്സിൽ. ഇനി അതിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, ചെടി നട്ടിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഫെർട്ടിലൈസേഴ്സ് കൊടുത്തു തുടങ്ങാം എന്ന് കരുതി നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഫെർട്ടിലൈസേഴ്സും കൊടുത്തു തുടങ്ങാനായിട്ട് പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ന്യൂട്രിയൻസ് ആണ്, നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് കൊടുക്കേണ്ടത്. അതായത് NPK 12-61-00, ഇല്ലാന്നുണ്ടെങ്കിൽ NPK 19-19-19, ഇല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമിക് ആസിഡ്, മെഗ്നീഷ്യം സൾഫേറ്റ്, മൈക്രോ ന്യൂട്രിയൻസ് 3 to 4 days വിട്ട് 1 ml/ലിറ്റർ എന്നുള്ള നിരക്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സിന് കൊടുക്കാവുന്നതാണ്. ഇനി വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ 2 ml/ലിറ്റർ എന്നുള്ള രീതിയിൽ മാറ്റി പ്ലാന്റ്സിന് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡും പെസ്റ്റിസൈഡും നിങ്ങൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എക്സോഡസ്, സൂപ്പർ സൊനാറ്റ, നീം ഓയിൽ, സർഫ്, ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതാണെന്നുള്ളത് അത് കൊടുക്കാവുന്നതാണ്. പിന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളോ അതേപോലെ പെറ്റ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള പെസ്റ്റിസൈഡും ഫംഗിസൈഡും കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെയുള്ളത്, ഇനി 1 മാസത്തിന് ശേഷം മറ്റ് വളങ്ങൾ കൊടുത്തു തുടങ്ങാം. മറ്റ് വളങ്ങളെന്ന് പറയുമ്പോൾ DAP, ഇല്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി, മുട്ടത്തോട് പൊടിച്ചത്, അതിൻ്റെ പൗഡർ, ഫിഷ് അമിനോ, പൊട്ടാഷ്, ഇങ്ങനെ തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ 1 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുത്തു തുടങ്ങേണ്ടതാണ്. പിന്നെയുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം വരുന്ന കുറച്ച് മുട്ടകളെ കട്ട് ചെയ്ത് കൊടുക്കണം, എങ്കിലേ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്ന മുട്ടുകൾ നിങ്ങൾ വിഷമം വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം വരുന്നതിനെ നുള്ളി കളഞ്ഞ് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ പ്ലാന്റ്സ് ഒന്ന് ബുഷി ആവാനും ഹെൽത്ത് ആവാനും ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. അത് പൂ വന്നതിന് ശേഷം ഒരു 3-4 ലീഫ് നോഡിന് താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീട് വരുന്ന ബ്രാഞ്ചിനും പൂക്കൾക്കും നല്ല വലിപ്പം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 3 മുതൽ 6 മാസത്തിന് ശേഷം റൂട്ട് ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് 8 ഇഞ്ച് പോട്ടോ 10 ഇഞ്ച് പോട്ടോ 12 ഇഞ്ച് പോട്ടിലോട്ട് റീപോട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി ഒരു വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ചെടിയാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹാർഡ് പ്രൂണിങ് ചെയ്യേണ്ടത് സെപ്റ്റംബർ ടു നവംബറിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അത്യാവശ്യം ഇതേപോലെ വലിപ്പമുള്ളൊരു പ്ലാന്റ്സിൽ, വലിപ്പമുള്ള നിങ്ങൾക്ക് ഇതേപോലെ പൂക്കൾ വന്നൊരു ബ്രാഞ്ച് നിങ്ങളത് ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണോ എന്നുള്ളത്. അത്യാവശ്യം ഒരു 2-3 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ വരുന്നൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.